പോകാൻ പോകാൻ സാധിക്കും. ഒത്തിരി ആൾക്കാർ അങ്ങനെ ശ്രമിച്ച് അവർ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അതിന് കഴിവുണ്ടാകട്ടെ. എപ്പോഴും കൂടെ നിൽക്കുക, കൂട്ടത്തിൽ നിൽക്കുക. ഒറ്റപ്പെട്ട് താൻ ആരാണെന്നോ താൻ എന്താണെന്നോ അറിയാതെ ആ കൂട്ടം തെറ്റി അലയുന്ന ആ ഒരു സ്വഭാവം, അതിൽ നിന്നും വിട്ടു നിൽക്കുക. ഓക്കെ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ പെട്ടെന്ന് മദ്യാസക്ത രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ശരിയായ ഒരു ചികിത്സ, ഏത് രീതിയിൽ എവിടെയൊക്കെ ചികിത്സ കിട്ടും, എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാം. മദ്യാസക്ത രോഗത്തിൽ വളരെ ഗൗരവമുള്ള തെളിവുകളുടെ സഹായത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തെളിവ് എന്താണ്? തെളിവ് ഒരാള് ഒരു മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിലാണെന്ന് അറിയാനുള്ള എന്താണ് തെളിവ്? എന്താണ്? പലതരത്തിലുള്ള തെളിവുകളുണ്ട്. ഒന്ന് അയാളുടെ ബിഹേവിയർ, അയാളുടെ സ്വഭാവം. ഒന്ന് അയാളുടെ ചുറ്റുപാടുകൾ, അയാളുടെ ജീവിത രീതി, അയാളുടെ ചിന്തകൾ, അയാളുടെ തോന്നലുകൾ, അയാളുടെ ഇപ്പോഴത്തെ വികാരങ്ങൾ, ഇപ്പോഴത്തെ സ്വഭാവങ്ങൾ. ഇത് മാത്രം നിരീക്ഷിച്ചാൽ മതി അയാൾ ഏത് വഴിക്കാ പോകുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതിനങ്ങനെ തലകുത്തി മറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മദ്യാസക്ത രോഗിയുടെ രോഗനിർണയത്തിന് വളരെ എളുപ്പമാണെന്ന് പറയണേ. അത് ഒരുപക്ഷെ ഈ നമ്മൾ മുറ്റത്തിരുന്ന് കാലാവസ്ഥ നിശ്ചയിക്കുന്നവര്, മഴയുണ്ടോ വെയിലുണ്ടോ എന്താണെന്ന് നമുക്ക് അറിയാൻ ഒറ്റ നോട്ടം മതി. അത് വലിയ ആൾക്കും ചെറിയ കുട്ടിക്ക് പോലും തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയണേ. പക്ഷെ മദ്യാസക്തൻ വിചാരിക്കുന്ന എന്താണ്? എന്നെ ഇതുവരെയായിട്ടും ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്കിത് ഒളിച്ചു വെച്ച് നടക്കാം, ഞാൻ ഇങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകും, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴും, ഒരു ചിന്ത അയാളുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും, എന്നെ ആരും അറിഞ്ഞിട്ടില്ല. ഇതെന്താ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം? ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും മദ്യാസക്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഉള്ളിലൊരു ബോധമുണ്ട്, താൻ ഒരു കുഴപ്പം പിടിച്ചൊരു സാധനമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഉള്ളിലുണ്ടത്, ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ടത്. കാരണം ഈ അറിവൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അയാൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മറ്റാളുകളെ കാണുന്നുണ്ട്. അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ ജീവിത രീതികൾ ഒക്കെ അയാൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം അയാൾ രോഗിയും മറ്റു ആളുകളെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനുമാണ്. അപ്പോൾ അയാളുടെ മനസ്സ് രണ്ട് തരത്തിൽ പ്രവർത്തിക്കും. ഒന്ന് ഒരു കുറ്റബോധത്തിന്റെ ഉള്ളിൽ, ഒന്ന് തനിക്കെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവും. അപ്പൊ അയാള് അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിന്ന് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അയാൾക്കുണ്ട്. മറ്റേ പോലെ ആകരുത്. അത് മറ്റാളുകളെ നിരീക്ഷിക്കുമ്പോൾ ഇയാൾ ഒരു നോർമൽ ആണെന്ന് അയാൾക്ക് തോന്നും. ഞാനൊരു സാധാരണക്കാരൻ, ഞാനൊരു കുഴപ്പക്കാരനല്ല, ഞാൻ ഒരു സോഷ്യൽ ഡ്രിങ്കർ, അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളെ, ഞാനൊരു സാമൂഹ്യ ജീവി, ഞാൻ ഒരു കുഴപ്പക്കാരനല്ലാത്തൊരു കുടിയൻ, എനിക്ക് പ്രശ്നമില്ല, അവന് പ്രശ്നമുണ്ട്, അവൻ ഭയങ്കര കുഴപ്പക്കാരൻ. അപ്പൊ ഒരേ സമയം അയാള് മറ്റൊരു രോഗിയെ നിരീക്ഷിക്കുകയും സ്വന്തം രോഗാവസ്ഥയെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. താൻ രോഗിയല്ലെന്ന് വരെയും പറയുന്നു. മറ്റേയാള് കുഴപ്പം പിടിച്ച അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഷെയിമാണെന്ന് അയാൾ വിചാരിക്കുന്നു. അയാൾ വിചാരിക്കുന്നത് അത് നാണക്കേടാണ്, അവന്റെ പരിപാടി നാണക്കേടാണ്, എന്റെ പരിപാടി കുഴപ്പമില്ല. ഇങ്ങനെ അദ്ദേഹം ജീവിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ കണ്ടും മനസ്സിലാക്കിയും സ്വന്തം കാര്യം മനസ്സിലാക്കാതെയും അദ്ദേഹം ഒരു ഇരട്ടത്താപ്പിലാണ് ജീവിക്കുന്നത്. ഇരട്ടത്താപ്പ്.
അതായത് അയാളുടെ ഉള്ളില് മറ്റൊരാളെ പോലെ ആകാതിരിക്കാൻ നോ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സ്വന്തം കാര്യത്തിൽ അത് യെസ് എന്നായിട്ട് മാറും. അപ്പൊ യെസ് ഓർ നോ, ഒരു സംശയ ലോകത്താണ് അയാൾ ജീവിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ലോകത്തിലാണ് അയാൾ ജീവിക്കുന്നത്. യെസ് ഓർ നോ. അയാൾ താഴെ വീഴുന്നവര് അയാൾ ഈ യെസ് ഓർ നോ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, അല്ലെങ്കിൽ രഹസ്യമായിട്ട് നടക്കും, ജീവിക്കും. അപ്പോ അവിടെ നിന്നും അയാൾക്ക് ഒരു വലിയ പതനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആ പതനത്തിൽ നിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ അയാൾ ജീവനോടെ എഴുന്നേറ്റ് വരുള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം അയാൾ ജീവനോടെ തിരിച്ചു വരാൻ പറ്റും. അത് എങ്ങനെ ആ ഭാഗ്യം അയാൾക്ക് കിട്ടുന്നത്? ആ ഭാഗ്യം അയാൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടണം, അയാളുടെ സ്വന്തക്കാരിൽ നിന്ന് കിട്ടണം, അയാളുടെ ജീവിതത്തിന്റെ പഠനത്തിൽ നിന്ന്, ജീവിതം പഠിപ്പിക്കുന്നതിൽ നിന്ന് അയാൾക്ക് തിരിച്ചു കിട്ടണം. അതിനൊരു അവസരം ഉണ്ടായാൽ ചിലപ്പോൾ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഈ പുതുമക്കാര് അവര് എന്താണ് മദ്യാസക്ത രോഗം, എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് ഇത് നിർത്തുന്നത്, എന്തിനു വേണ്ടി, ജീവിതം എന്താകും, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ജീവിക്കുകയും, ജീവിതം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. ജീവിതം കൊണ്ട് അയാള് കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. കാരണം വെച്ചാൽ മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളില് ജീവിതം കുറേയധികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ അതികഠിനമായിട്ട് പ്രവർത്തിക്കണം, ഭയങ്കര അതിഭീകരമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു സംഭവം പറയണം. ഒരു സംഭവം, മദ്യാസക്ത രോഗത്തില് മറ്റു ലഹരി രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ഇതൊക്കെ ഏകദേശം ഒരുപോലെയാണ്. കാരണം ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ അയാള് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അയാൾക്ക് സുഖം കിട്ടുന്ന എന്തെങ്കിലും ലഹരിയോ, അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മരുന്നോ, മയക്കുമരുന്നോ, എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. അതും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനം മദ്യം തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിക്കോട്ടിൻ ആയിരിക്കാം, പാൻപരാഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നാർക്കോട്ടിക് ആയിട്ടുള്ള മറ്റ് അതികഠിനമായ ലഹരി വസ്തു ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ അറിയാതെ ചെന്ന് ചാടുന്ന MDMA അല്ലെങ്കിൽ കന്നാബിസോ, അത് വളരെയധികം ലഹരി വസ്തുക്കൾ ഇപ്പോൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ അതിലധികമോ ആയിട്ടുള്ള പരിപാടിയിൽ ചെന്ന് ചാടും. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ചാല് മാനസിക രോഗമാണ്. എൻ്റെ മുമ്പില് ഇപ്പോ ഒരു ചിത്രം ഉണ്ട്. അത് ലോകപ്രശസ്തനായിട്ടുള്ള ഒരാള്, നീൽ ഹോട്ടൺ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ സംഭവം, ജീവിതം അദ്ദേഹം തന്നെ പറഞ്ഞതൊന്ന് കേൾക്കുക. ഞാൻ ജനിച്ചത് എൻ്റെ കയ്യില് ഒരു പെൻസിലുമായിട്ടാണ്. ഓർമ്മ വെച്ച നാള് മുതൽ എപ്പോഴും ഒരു പെൻസിൽ കയ്യിലുണ്ട്. അതുകൊണ്ട് ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരിക്കും. മറ്റാരുമായിട്ട് കൂട്ടുകെട്ടൊന്നുമില്ല, ആരോടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ആശയപരമായിട്ട് എപ്പോഴും കൺഫ്യൂഷൻ, ആശയപരമായിട്ടുള്ള കൺഫ്യൂഷൻ. എൻ്റെ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഷിസോഫ്രീനിയ, അത് മാരകമായ ഒരു മാനസിക രോഗമാണെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം വരച്ചൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തില് കണ്ണുകളൊക്കെ വേർപെട്ട് കിടക്കുന്നു, വായ വേറൊരു സ്ഥലത്ത്, പല്ല് വേറൊരു സ്ഥലത്ത്, വായല് നിന്ന് വരുന്ന ഭക്ഷണം വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ചെതറിക്കിടക്കുന്ന ഒരു ചിത്രം. അത് പണ്ടത്തെ പിക്കാസോന്റെ ചിത്രം പോലെ തന്നെ. പക്ഷെ ഇത് പിക്കാസോ സമൂഹത്തിന്റെ ചിത്രം വരച്ചപ്പോൾ ഇതൊരു വ്യക്തി, അയാളുടെ സ്വന്തം ചിത്രം, സ്വന്തം മനസ്സ്, സ്വന്തം ശരീരം, അതിൻ്റെ ഒരു ചിത്രമാണ് വരച്ചു വെച്ചേക്കുന്നത്. ഇത് ഭയങ്കര ഹൃദയഭേദകമാണ്, ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര കരച്ചിൽ വരുത്തുന്ന ഒരു ചിത്രമാണ്.
അപ്പോ ആ ചിത്രം കണ്ടിട്ട് അദ്ദേഹത്തോട്, അദ്ദേഹം ചികിത്സയൊക്കെ ചെയ്തു, അദ്ദേഹം ഒരു പ്രശസ്തനായ ചിത്രകാരനായി. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ നിങ്ങളുടെ ചിത്രത്തിൽ നിന്ന് എന്തെങ്കിലും വിലപിടിപ്പുള്ള ഒരു ഉൾക്കാഴ്ച എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡോക്ടേഴ്സിനും മറ്റു പല ആളുകൾക്കും, ഇതിന്റെ ചികിത്സയിലിരിക്കുന്നവർക്കും ഈ മാനസിക രോഗം എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു തിരിച്ചറിവ്, അതിനുവേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നത്. അത് രോഗികൾക്കാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. അപ്പൊ ഒരു രോഗി ഒരു ഡോക്ടർക്ക് ഏറ്റവും വലിയ ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുന്നു. നേരെ തിരിച്ചും ഡോക്ടർ രോഗിക്കും ഉൾക്കാഴ്ച. ഡോക്ടർ പഠിച്ചില്ലെങ്കിൽ എങ്ങനെ രോഗിയെ ചികിത്സിക്കും? അപ്പൊ പലപ്പോഴും ഡോക്ടർമാര് രോഗിയുടെ മനസ്സിന്റെ ഉൾക്കാഴ്ച എന്താണെന്ന് അറിയാൻ പാടില്ല. മനസ്സെങ്ങനെ പ്രവർത്തിക്കണം എന്ന് അവര് പുറമേ ഒരു ശരീരം, പുറമേ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷെ ആ രോഗിയുടെ മനസ്സില് അദ്ദേഹത്തിന്റെ ആശയങ്ങള്, ചിന്തകള്, തോന്നലുകള്, വികാരങ്ങള്, ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ ഉൾക്കാഴ്ച, ആ ഉൾക്കാഴ്ച അത് അപാരമായ വിലയുള്ളതാണ്. അത് നേടിയെടുക്കണമെങ്കിൽ, അതായത് രോഗി ഉൾക്കാഴ്ച നേടിയെടുക്കണമെങ്കിൽ കഠിനമായി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ഹാർഡ് വൺ, വളരെ കഠിന പ്രയത്നം നടത്തിയിട്ടേ അത് തിരിച്ചു കിട്ടുള്ളൂ. ആ ഉൾക്കാഴ്ച അത് അവസാനവും കിട്ടും. അതാണ് സ്വാതന്ത്ര്യം. അതാണ് ശരിയായിട്ട് ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ള സ്വാതന്ത്ര്യം. അതാണ്. ഓരോ നിമിഷവും ഭയവും ഭീതിയും ഉള്ള സംഭവങ്ങൾ നടക്കുന്നു. അതിന്റെ അടയാളങ്ങള്, വെളിച്ചം, കൊടുങ്കാറ്റ്, അങ്ങനെ ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു മരണം അതിലേക്ക് പോകുന്നു. എത്ര ഭയങ്കര വാക്കുകളാണ് നോക്ക്. ഞാൻ ഈ ഇൻസ്റ്റാൾമെന്റ് ഞാൻ പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മദ്യാസക്തൻ, അയാൾക്ക് ചെറുപ്പത്തിലെ ഒരു മാനസിക രോഗം ഉണ്ടായിട്ട് വേണമെങ്കിൽ മദ്യത്തിലേക്ക് എത്തിച്ചേരാം. അല്ലാതെ തന്നെ അയാൾ മദ്യം മറ്റുള്ളവർ ഉപയോഗിക്കുന്നതുകൊണ്ട് അയാൾക്കും അത് ഉപയോഗിക്കണമെന്ന് തോന്നി അയാൾ അഡിക്ഷനിലേക്ക് പെട്ട്, ആ അഡിക്ഷനിലേക്ക് കൂടി അയാൾ രണ്ട് മാരകമായ അവസ്ഥയിൽ എത്തിച്ചേരും. ഒന്ന്, ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തകരാറ്. മദ്യം ഉപയോഗിക്കുന്നവർക്ക് ഒരു മാനസിക രോഗം വരുന്നുണ്ട്, സ്വഭാവ രോഗവും വരുന്നുണ്ട്. അത് കുറച്ച് മാത്രം ഉപയോഗിച്ചാലും മതി. അത് ദീർഘകാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാനസിക രോഗം, സ്വഭാവ രോഗം, ഇത് രണ്ടും കൂടി വരും. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റുന്നു? അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കുടുംബത്തിലുള്ള ജീവിതം, എല്ലാ ബന്ധങ്ങളും ഇതിനൊക്കെ തകരാറുണ്ടായിക്കൊണ്ടിരിക്കുന്നു, ജോലിക്ക് തകരാറായിക്കൊണ്ടിരിക്കുന്നു, കടമകൾ നിർവഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണത് ആദ്യത്തേത്. പക്ഷെ രണ്ടാമത്തെ അവസ്ഥ, അങ്ങനെ മദ്യം അതിന്റെ അളവ് കൂടി തലച്ചോറിനെ ബാധിച്ച് തലച്ചോറിൽ മാരകമായിട്ടുള്ള മാനസിക രോഗങ്ങള്, 6 or 7 ശക്തമായ മാനസിക രോഗങ്ങള്, ചികിത്സിച്ചാലും ഭേദമാകാത്ത മാരക രോഗങ്ങൾ. അതാണ് മേജർ ഡിപ്രഷൻ. മേജർ ഡിപ്രഷൻ എന്ന് വെച്ചാൽ അതിഗൗരവമായിട്ടുള്ള വിഷാദ രോഗം. അതുകൂടാതെ ബൈപ്പോളർ ഡിസീസ്, വിഷാദ രോഗവും ഉന്മാദ രോഗവും മാറി വരുന്നു. അതില് ആത്മഹത്യ വളരെ കൂടുതലാണ്. അതിന്റെ ഇടയിലേക്ക് ഷിസോഫ്രീനിയ കയറി വരുന്നു. ഷിസോഫ്രീനിയ മാത്രമായിട്ട് വരുന്നു. അപ്പൊ ഇദ്ദേഹം ഈ വരച്ച ആള് ഷിസോഫ്രീനിയ രോഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്കണ്ഠ, അതുപോലെ നിർബന്ധ ബുദ്ധി, എന്ത് കാര്യത്തിനും നിർബന്ധം, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള തോന്നലുകൾ, പഴയ ഓർമ്മകൾ വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങളിലേക്ക്, സംഘർഷങ്ങളിലേക്കും മനസ്സ് അങ്ങോട്ട് പോകുന്നു. പിന്നെ അവസാനം ഇപ്പൊ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നു, ആ മാനസിക രോഗി ഒരു ക്രിമിനലൈസേഷൻ, ഒരു ക്രിമിനലായിട്ട് സ്വന്തം വീട്ടിലും സ്വന്തം ചുറ്റുപാടിലും അയാൾ ഒരു കുറ്റവാളിയായി മാറുന്നു.
കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു, ജയിലിലേക്ക് പോകുന്നു. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ലോകാരോഗ്യ സംഘടന അതിനെപ്പറ്റി പുതിയ ഇതൊക്കെ ഇറങ്ങിയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നിസ്സാരമല്ല, ഇത് വളരെ ഗൗരവമുള്ള ഒരു ചികിത്സ വേണ്ട രോഗമാണ്. ഇപ്പൊ ഒരാള് ഇവിടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നപ്പോ നമ്മുടെ പഴമക്കാരൊക്കെ പറയാറുണ്ട്, സുഹൃത്തെ, നിങ്ങൾ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എത്തിയിരിക്കുന്നു. കറക്റ്റാണത്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് വേണ്ടത്? അവിടെ എന്താണ് ഈ ചികിത്സ? അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഈ നമ്മുടെ കാര്യപരിപാടിയിൽ തന്നെ, ഈ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ ഇതെന്ത് പരിപാടിയാണ്, എന്താണ് എന്ത് വർത്താനാണ് പറയാൻ പോകുന്നത്, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുക, അതാണ് ഇതിന്റെ കാതലായ ഭാഗം. എന്തനുഭവമാണ്? മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ. അപ്പോ ആ അനുഭവങ്ങളിൽ കൂടി എന്തൊക്കെ സംഭവിച്ചു സ്വന്തം ജീവിതത്തില്, ആ അനുഭവങ്ങൾ എന്തൊക്കെ നഷ്ടമുണ്ടാക്കി, അത് എത്ര നാളങ്ങനെ ആ അനുഭവങ്ങളിൽ കൂടി പോയി, ആ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് എന്താ ഗുണം? അങ്ങനെ നമുക്ക് കേൾക്കാനുള്ള കഴിവുണ്ടെങ്കിൽ വാക്കുകൾ അർത്ഥപൂർണമാണ്, വാക്കുകൾ സിമ്പലുകളാണ്. ആ വാക്കുകൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എഴുത്തും ഒക്കെ തന്നെ നമ്മുടെ തലച്ചോറിലേക്കാണ് ചെല്ലുന്നത്. അത് നമ്മുടെ തന്നെ തലച്ചോറിലുള്ള ചിന്തകളെ, നമ്മുടെ തോന്നലുകളെയൊക്കെ മാറ്റിമറിക്കും. അപ്പൊ അവിടെ സ്വയം ചോദ്യം ചോദിക്കും നമ്മളോട് തന്നെ, എന്താണ് ശരി? വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്? എന്താണ് ശരി? ഒരു കാര്യത്തിൽ ഒന്നിലേ ശരി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ടാവും. അപ്പൊ ആ ശരി അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് പ്രോപ്പർ? എന്താണ് കൃത്യമായിട്ടുള്ള സംഗതി? എന്താണ് പ്രോപ്പറായിട്ട്? അല്ലെങ്കിൽ എന്താണ് ഭംഗിയുള്ള കാര്യം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പോൾ അവിടെ നിന്നും ഒരാളുടെ സ്വഭാവത്തില്, ചിന്തകളിലൊക്കെ വന്ന മാറ്റങ്ങൾ, അതിൽ കൂടി അയാളൊരു രോഗാവസ്ഥയിൽ എങ്ങനെ പോയി, എത്രമാത്രം യാതനകൾ അയാൾ അനുഭവിച്ചു, അതാണ് ഡെത്ത് ബൈ ഇൻസ്റ്റോൾമെന്റ്. പല ആൾക്കാർക്ക് ഈ ഡെത്ത് ബൈ ഇൻസ്റ്റോൾമെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പിടിയും കിട്ടൂല. വേറെ ഒന്നുമില്ല, മദ്യം കഴിച്ച ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡെത്ത് ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് കിട്ടുന്ന പരിപാടിയാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായാലും മതി, ഇൻസ്റ്റോൾമെന്റ് ആണ്. മദ്യം കഴിച്ചിട്ട് ഭയങ്കര വിഷാദ രോഗം ഉണ്ടായിട്ട് മരിക്കണം തോന്നുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അത് ചിലപ്പോൾ മരിച്ചിരിക്കും. വിഷാദം. മദ്യം കഴിച്ചിട്ട് ഒരാളെ പറ്റി സംശയരോഗം ഉണ്ടാവുന്നത്, കൊല്ലണം തോന്നുന്നു, കൊന്നിരിക്കും. അതാണ്. ഒരാള് ജയിലിൽ പോയി കഴിഞ്ഞാൽ, ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ മരണത്തിന് തുല്യമാണ്. അപ്പൊ ഡെത്ത് ബൈ ഇൻസ്റ്റോൾമെന്റ് ആണത്. അതുപോലെ മദ്യം തലച്ചോറിൽ ചെന്ന് സ്വഭാവത്തെ മാറ്റിമറിക്കുന്നു, ഈ രോഗാവസ്ഥ ഉണ്ടാക്കുന്നു, ഒക്കെ മാനസിക രോഗമുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, മദ്യം നമ്മുടെ കരളിൽ കൂടി കടന്നു പോകുന്നു, നമ്മുടെ മാംസത്തിൽ കൂടി കടന്നു പോകുന്നു, വൃക്കകളിൽ കൂടി കടന്നു പോകുന്നു, രക്തത്തിൽ കൂടി കടന്ന്, ഹൃദയത്തിൽ കൂടി കടന്ന്, അത് ശരീരം മൊത്തം ഏത് അവയവത്തെയും ബാധിക്കുന്നു. ആ അവയവത്തിന്റെ പ്രവർത്തനത്തിന് തകരാറിലാക്കുകയും ചെയ്യുന്നു. ആ തകരാറുകൾ ഒരു വശത്ത്, ആ തകരാറുകൾ കൂടി അത് മരണത്തിലേക്ക് ഒരു സൈഡ് വേ ആയിട്ടും മാറും. അങ്ങനെ പാർശ്വവ്യാധികളല്ലാത്ത പല രോഗങ്ങളും, ഇപ്പൊ പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസറുകൾ, അവയവങ്ങൾക്ക് വരുന്ന കേടുപാടുകൾ, ന്യൂട്രീഷൻ, നല്ല ഭക്ഷണമില്ലായ്മ, വൈറ്റമിൻസിന്റെ കുറവുണ്ടാകുക. വൈറ്റമിൻസിന്റെ കുറവുണ്ടായിട്ട് തലച്ചോറിൽ കുഴപ്പം, മാനസിക രോഗം വന്നിട്ടുണ്ട് പല ആൾക്കും. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഔഷധം ഉണ്ടാകുക. ഇങ്ങനെ പലതരത്തിലുള്ള ഡെത്ത് ബൈ ഇൻസ്റ്റോൾമെന്റ്. അത് ഞാനത് കൂടുതൽ പറഞ്ഞ് ഞാനത് വിഷമം ഉണ്ടാക്കുമല്ല, നമ്മുടെ അറിവാണ്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ശരിയായിട്ട് കണ്ടുപിടിക്കാനോ അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു ആവശ്യമുണ്ട്, എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവികൾക്കും ആവശ്യമുണ്ട്. ആ ആവശ്യം അനുസരിച്ച് ആണ് നമ്മൾ ജീവിക്കുന്നത്. അതിലെ
ഏറ്റവും പ്രധാനം എന്താണ്? ഞാൻ, എന്നെ എന്നുള്ളൊരു ചിന്ത എല്ലാ ജീവികൾക്കും ഉണ്ട്. അതിന്റെ ശരീരമുണ്ട്, അതിന്റെ മനസ്സുണ്ട്. അപ്പോൾ അതിന്റെ ശരീരത്തിന്റെയും അതിന്റെ മനസ്സിന്റെയും ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് ജീവിതം. അതിന്റെ ആവശ്യം ഭംഗിയായിട്ട് നിറവേറ്റുന്നതാണ് ജീവിതം. മദ്യത്തിന്റെ മറ്റു ലഹരികളുടെ ഉള്ളില് അതൊക്കെ തകർന്ന തരിപ്പണാവും. അതിന്റെ പുറകെ പോകും. ഒരാള് 15 വയസ്സിൽ മദ്യം കഴിക്കാൻ തുടങ്ങി വിചാരിക്കാം. അയാള് 15 എന്ന് പറഞ്ഞാൽ ഒരു കൗമാരക്കാരാണ്. കൗമാരം കൊണ്ട് അയാള് 18-21 ആകുമ്പോൾ പ്രായപൂർത്തിയാകുന്നവരെയും ചിലപ്പോൾ കുടിച്ചോണ്ടിരിക്കും. അപ്പൊ അയാള് ആ അന്ന് സ്വീകരിക്കുന്ന സ്വഭാവങ്ങള്, അതായത് അതിനോടുള്ള ആർത്തി, അതിൽ കൂടിയുള്ള നിയന്ത്രണമില്ലായ്മ, അത് എല്ലാ ദിവസവും കുടിക്കല്, എല്ലാ ദിവസവും അതിനുവേണ്ടിയുള്ള നിർബന്ധങ്ങള്, അതിന്റെ വരുംവരായികൾ അറിഞ്ഞിട്ടും അതിനെതിരായിട്ട് പ്രവർത്തിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അയാൾ ജീവിക്കുന്നത്. അപ്പൊ 15 വയസ്സിൽ അയാൾ എങ്ങനത്തെ ഒരു ആളായിട്ട് ജീവിച്ചോ അതായിരിക്കും 25 വയസ്സിലും യെസ് ഓർ നോ എന്നുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ അയാൾ ജീവിക്കുന്ന അങ്ങനെയാണ്. എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ പാടില്ല അയാൾ ജീവിക്കുകയാണ്. അപ്പോഴൊക്കെ ഈ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അവയവത്തെയും തലച്ചോറിനെയും സ്വഭാവത്തെയും ഒക്കെ ഇങ്ങനെ ബാധിച്ചുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയാണത്. അതും കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾക്ക് ഇന്റിമസി എന്ന് പറഞ്ഞാൽ അടുപ്പം, ആൾക്കാരോട് അടുപ്പം ഉണ്ടാവും. അപ്പൊ ചിലപ്പോ സ്വന്തം സ്വഭാവമുള്ള സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് പെട്ടുപോകും. അവിടുന്ന് ചിലപ്പോ ഒരിക്കലും അവിടുത്തെ വിടുതൽ കിട്ടൂല, അവിടെ തന്നെ ആയിപ്പോവും ചിലപ്പോ. അത് കഴിഞ്ഞൊരു 30-35 വയസ്സുള്ള അയാളെ ചിലപ്പോൾ അടിച്ചേൽപ്പിച്ചൊരു കല്യാണം കഴിക്കും. അത് ഫാമിലി, അത് ഒരു നരകതുല്യായിരിക്കും. അയാളെ കൂടെ ഉള്ളവർക്കും അയാൾക്കും ഒരു നരകതുല്യായിരിക്കും. അതും കഴിഞ്ഞിട്ടുള്ള ജീവിതം, അയാൾക്ക് കുട്ടികളുണ്ടാവുകയാണെങ്കിൽ ദാരിദ്ര്യം, സാമ്പത്തിക നഷ്ടം, ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ശരിയായ വിദ്യാഭ്യാസം ഉദ്ദേശിച്ച പോലെ കൊടുക്കാൻ പറ്റില്ല, നാശം, വീണ്ടും സെപ്പറേഷൻ, വേർപിരിയൽ, പ്രത്യാശയില്ലായ്മ, അതായത് കഴിവുകൾ നഷ്ടപ്പെടുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മള് ഇതൊരു വളരെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സീരിയസ് രോഗം വരുന്ന സൂക്കുകളാണെന്നുള്ളതും മരണം വരുന്ന സൂക്കുകളാണെന്നുള്ള കാര്യം അതിലൊരു സംശയം വേണ്ട. അപ്പൊ ആദ്യമായിട്ട് വന്ന സുഹൃത്തുക്കള് ഇത് പഠിക്കണം, ഇവിടെ നിന്ന് പഠിക്കണം. ഇപ്പൊ പലതരത്തിലുള്ള കുടികളൊക്കെ ഉണ്ടാവും. ആ കുടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ബോധം കെടുന്നവരുള്ള കുടി, അല്ലെങ്കിൽ വല്ലപ്പോഴും 4-5 ദിവസം അതിതീവ്രമായി കുടിക്കല്, അല്ലെങ്കിൽ ദിവസവും കുറേശ്ശെ കുടിച്ച് വൈകുന്നവരെയും കുടിച്ചോണ്ടിരിക്കുക, അളവ് കൂട്ടുക, ഒരളവ് നിലനിർത്തുക, 5, 10, 15, 12 അങ്ങനെയൊക്കെ അളവ് നിലനിർത്തി അതുവരെയും കുടിക്കല്, പിന്നെ മദ്യത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതിലെത്തിച്ചേരുക. ഇതാണ് മദ്യാസക്ത രോഗത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഭീകരമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ്. ഇത് അതികഠിനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതില്. പക്ഷെ നല്ല സൗഹൃദം, നല്ല സുഹൃത്തുക്കള്, ആത്മവിശ്വാസം തരുന്ന ആൾക്കാര്, സ്നേഹം തരുന്ന ആൾക്കാര്, അവരുടെ കൂടെ ഇത് എളുപ്പമായിരിക്കും, ധൈര്യം കിട്ടും. അതാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്, രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യമുണ്ട്, പക്ഷെ ആ രക്ഷപ്പെടല് അവനവനിൽ കൂടിയാണ്, സ്വന്തം കഴിവുകളിൽ കൂടിയാണ്. ആ സ്വന്തമായിട്ടുള്ള കഴിവ് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ എത്തുന്നത്. അങ്ങനെ ആ കഴിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ 2 വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ധൈര്യം. എന്തുകൊണ്ടാണ് ഒരു മദ്യാസക്തന് നോ എന്ന് പറയാൻ പറ്റാത്തത്? ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എത്രയോ വർഷങ്ങൾ അയാൾ നോ എന്ന് പറഞ്ഞ് അയാളുടെ ശരീരവും അയാളുടെ മനസ്സും ബോധവും ഒക്കെ അയാൾ ഉപദേശിക്കുന്നുണ്ട്, അയാളെന്ന വ്യക്തിയെ ഉപദേശിക്കുന്നുണ്ട്, ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട,
പക്ഷെ എന്തുകൊണ്ട് നോ എന്ന് അയാളോട് പറയുന്നില്ല? അതല്ലേ അയാളുടെ പ്രശ്നം. അയാള് ഇപ്പോഴും 15 വയസ്സിൽ തന്നെ നിൽക്കുന്നു. അതേ അവസ്ഥയിൽ നിന്ന് മദ്യത്തിന്റെ വളർച്ച അയാളിൽ ഉണ്ടായിട്ടുണ്ട്. മദ്യം ഉണ്ടാക്കുന്ന അളവ് കൂടിയിട്ടുണ്ട്. മദ്യം ഉണ്ടാക്കുന്ന ശാരീരിക ആവശ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട്. മാനസിക രോഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം അയാൾക്ക് ജീവിതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു അറിവ് ഈ കാര്യപരിപാടിയിൽ കൂടി അയാൾക്ക് കിട്ടും. അതാണ് അയാളെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംഭവങ്ങൾ. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഇതാണ്. ഇവിടെ അയാൾക്ക് 2 കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും, ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഒന്ന് നിലനിൽപ്പ്. എനിക്ക് നിലനിൽക്കണം. എൻ്റെ ശരീരം, എൻ്റെ ജീവിതം, എൻ്റെ സ്വഭാവം എനിക്ക് നിലനിൽക്കാനുള്ളതാണ്. അത് ഞാൻ ഒരുത്തിനും, ഒരു ലഹരി വസ്തുവിനും, ഒരു കാര്യത്തിനും, ഒരു സാധനത്തിനും ഞാൻ അടിമപ്പെടുത്തില്ല. ഞാനൊരു അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ കഴിവ്, എൻ്റെ സ്നേഹിക്കാനുള്ള കഴിവ്, എൻ്റെ മനുഷ്യത്വം അതെനിക്ക് വേണം. അത് ഞാൻ ആർക്കും അടിമപ്പെടുത്തില്ല, ഒരു ലഹരി വസ്തുവിനും. അങ്ങനെ കുറച്ചൊരു തീരുമാനം അയാൾ എടുക്കുക. അപ്പൊ ആദ്യം അയാൾക്ക് വേണ്ടത് ഈ ജീവിക്കാനുള്ള അതിജീവനം, അതിനുള്ള ബുദ്ധിയാണ്. അതിന് ബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അയാളോട് നുണ പറയേണ്ട ആവശ്യം വരില്ല. അയാളെ പ്രലോഭിപ്പിക്കുന്ന എല്ലാത്തിനോടും അയാൾക്ക് തടഞ്ഞു നിർത്താനുള്ള ശക്തി അയാൾക്കുണ്ട്. അപ്പൊ അത്. രണ്ടാമത്തെ, അയാളൊരു മനുഷ്യനാകാൻ ശ്രമിക്കും. അയാൾ പുണ്യവാനാകുന്നതിനേക്കാൾ അയാളൊരു മനുഷ്യനാകുക എന്നുള്ളതാണ്. എന്താണ് മനുഷ്യത്വം? അയാൾക്ക് സ്നേഹം എന്താണെന്നറിയാം, ഉത്തരവാദിത്വം എന്താണെന്നറിയാം, ആ കടമകളൊക്കെ നല്ലൊരു വിനയത്തോടും ക്ഷമയോടും കൂടി ചെയ്യാനറിയാം, സ്വന്തം ജോലി ചെയ്യാനറിയാം അയാൾക്ക്. അത് തൻ്റെ സ്വാതന്ത്ര്യമാണെന്നറിയാം. ആരോടും കടമൊന്നും വാങ്ങിക്കേണ്ട. അയാൾക്ക് സ്വന്തം ജോലിയെപ്പറ്റിയും സ്വന്തം ജീവിതത്തെപ്പറ്റി അഭിമാന ബോധമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അയാൾ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നു. അയാള് മനുഷ്യത്വത്തെ തിരിച്ചു പിടിക്കുന്നു. ഈ രണ്ട് കാര്യം അയാൾ തിരിച്ചു പിടിക്കുന്നു. ഇതിൽ കൂടി അയാള് ഒരു ഭരതൻ സാറിന്റെ ഭരതൻ ഭായി ഹലോ സാർ, അത് മൈക്ക് ഓണായത് കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ ഡോക്ടർ, കേൾക്കാം. ഡോക്ടർ പറയണം. കേൾക്കുന്നു. ഓക്കെ. കേൾക്കാൻ പ്രശ്നമുണ്ടോ? ഹലോ, ഓക്കെ. അത് 2 കാര്യത്തിലാണ്. ആ 2 കാര്യത്തിൽ കൂടിയാണ് നമ്മുടെ ആവശ്യങ്ങൾ പോലും സാധിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ ഇതൊക്കെ വളരെ ലളിതമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഭക്ഷണം വേണം. ശരീരത്തിന് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് കൂടാതെ തന്നെ നമ്മൾ താമസിക്കാൻ നമുക്കൊരു ഇടം വേണം. ആ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ നിർവഹിക്കാൻ അതിന് പണം വേണം, അല്ലേ? അപ്പൊ ശരീരത്തില് ഇപ്പൊ അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് നിത്യജീവിതത്തിൽ വരുന്ന സംഭവങ്ങളാണ്. അതിനൊക്കെ പറ്റി നമുക്ക് വിവരം വേണം, അറിവ് വേണം. നേരെ മറിച്ച് മദ്യാസക്ത രോഗത്തിലോ മറ്റു ലഹരിയിലൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് അതിനെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടാവില്ല, മുൻഗണന. അയാളുടെ പ്രൈമറി ചിന്ത, ആദ്യത്തെ ചിന്ത, പിന്നീടുള്ള ചിന്ത, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിന്തകളൊക്കെ അതിന്റെ പുറകെ പോകും. മദ്യം അത് ഇന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പൈസ ഇല്ലാത്ത ആളാണ്, ഇന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെവിടെ കിട്ടും? ഏത് സുഹൃത്തിന്റെ അടുത്ത് നിന്ന് കിട്ടും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ ആ ചിന്തയാണ് അയാളെ വേട്ടയാടുന്നത്. നേരെ മറിച്ച് അന്നത്തെ ദിവസം അയാളുടെ ഭക്ഷണം, അയാളുടെ ജോലിയോ അതൊന്നും ആയിരിക്കില്ല. അപ്പൊ അയാൾക്ക് ഈ മദ്യം
ലഹരി വസ്തുക്കൾ അയാളുടെ തലച്ചോറിൽ പ്രൈമറി പർപ്പസ് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു. അതാണ് അടിമയാവുക എന്ന് പറഞ്ഞാൽ. ഒരു അടിമ സ്വന്തം അടിമത്തം അറിയുന്നില്ല. അയാളെ സംബന്ധിച്ച് ഒരു ഭക്ഷണം കിട്ടുക, എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടക്കുക, അയാൾക്ക് എന്ത് അടിയും ചവിട്ടും തുപ്പും ഒക്കെ അയാൾക്ക് കേൾക്കാൻ യാതൊരു മടിയില്ല. അങ്ങനെ അയാളുടെ സ്വന്തം അഭിമാനബോധം ഇല്ല. ഞാൻ എന്നുള്ള അഭിമാനബോധം അയാൾക്ക് ഇല്ലാതാവുന്നു. അപ്പൊ ഈ മദ്യാസക്ത രോഗം വേറൊരു തരത്തിലുള്ള അടിമത്തം തന്നെയാണ്. ആ ശരീരത്തെ പറ്റിയും സ്വന്തം നിലനിൽപ്പിനെ പറ്റിയുള്ള ചിന്തകൾ കംപ്ലീറ്റ് അത് ഇതിന് ഈ ഒരു കെമിക്കൽ, ഒരു രാസവസ്തുവിന് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ രാസവസ്തുവിന് അടിമപ്പെടുത്തി അങ്ങനെ അയാൾ ജീവിക്കണം. അപ്പൊ അവിടെ അയാൾ സെൽഫ് എന്ന് പറഞ്ഞില്ല, അയാൾ എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം അവിടെ ഇല്ല. അയാൾ ഒരു അടിമ തന്നെയാണ്. നിങ്ങൾ വിധേയൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച വിധേയൻ, ആ വിധേയനില് അപ്പോ മമ്മൂട്ടി അതിലൊരു വില്ലൻ കഥാപാത്രമാണ്. അദ്ദേഹം പറയുന്ന എന്തും അനുസരിക്കുന്ന ഒരാള് ആണ് വിധേയൻ. അപ്പൊ ആ വിധേയനോട് വേണമെങ്കിൽ ഒരു ചവിട്ട് കൊടുക്കണമെങ്കിൽ ചവിട്ടി നിലത്തിടും, തെറി പറയണമെങ്കിൽ തെറി പറയും. ആ അട്ടും തൂപ്പൊക്കെ കൊണ്ട് അവൻ അവിടെ തന്നെ ജീവിക്കും. വേറെ രക്ഷയൊന്നുമില്ല അയാൾക്ക്. വേറെ പുറത്ത് എങ്ങോട്ട് പോകാൻ പറ്റില്ല, സ്വാതന്ത്ര്യം ഇല്ല. ഇത് തന്നെയാണ് ഒരു കെമിക്കൽ ഡിപ്പെൻഡൻസിലും മറ്റൊരു ഒരാൾക്ക് അടിമപ്പെടുന്നതും ഏതെങ്കിലും ആശയത്തിന് അടിമപ്പെടുന്നതും ഒക്കെ തന്നെ. അതെല്ലാം ഇതൊക്കെ തന്നെയാണ്. ചവിട്ടും തുപ്പും ഒക്കെ കേട്ട് അങ്ങനെ ഒരു ജീവിതം അങ്ങോട്ട് പോവുകയാണ്. നേരെ മറിച്ച് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സംസ്കാരവും ആധുനിക സംസ്കാരം, ഈ ആധുനിക ശാസ്ത്രം, ഈ ആധുനികമായിട്ടുള്ള ഈ ശാസ്ത്രത്തോടും അറിവിനോടും ഉള്ള അഭിനിവേശം, ലവ് ഫോർ നോളജ്, വിസ്ഡം എന്ന് പറയും, അതാണ് ഫിലോസഫി. അതൊക്കെ എവിടുന്ന് വന്നെന്നറിയോ? അത് ഗ്രീസ് എന്ന് പറഞ്ഞ ഭയങ്കര സംസ്കാര സമ്പന്നമായിട്ടുള്ള ആ രാജ്യത്തിൽ നിന്ന് ഒരു ക്രിസ്തു ജനിക്കുന്നതിനും ഒരു 500 വർഷം മുമ്പ്, ഇപ്പൊ 2500 വർഷമായി, അവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. തുടക്കം അവിടെ നിന്നാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ അറിവ് എന്താന്ന് വെച്ചാല് നമ്മളെ അറിയുക. നോ ദൈസെൽഫ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബലകത്തില് ഇങ്ങനെ ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. അത് അന്ന് എഴുതി വെച്ച സാധനം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അത് ലോകത്തോടും മനുഷ്യരോടും അവര് പറഞ്ഞ വാക്കുകളാണ്. നോ ദൈസെൽഫ്. നിനക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ളത് നീ നിന്നെ അറിയുക, ശരീരത്തെ അറിയുക, മനസ്സിനെ അറിയുക, എന്താണ് ചെയ്യാൻ പോകുന്ന സ്വഭാവങ്ങളെ അറിയുക, എങ്ങനെ ജീവിക്കണം എന്നറിയുക. ഇതൊക്കെ തന്നെ. അല്ലാതെ നമ്മള് പല ആൾക്കാരും ഇപ്പൊ ഒരു പുണ്യവാളനായിട്ട് അങ്ങോട്ട് ജീവിച്ചോളൂ എന്നാണ് പറയുന്നത്. ഒരു പുണ്യവാളനായ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ജീവനും ജീവിതവും അതിജീവനവും അതുപോലെ മനുഷ്യത്വവും, പലപ്പോഴും ഒരു പുണ്യവാളൻ പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് അയാൾ എന്തോ എവിടെയോ ഉള്ള ആരെയെങ്കിലുമൊക്കെ ഒരു സ്വാധീനിച്ചിട്ട് തനിക്ക് ഒരു സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ നേടിത്തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിന് ഏജന്റുമാരുണ്ടാവും. ആ ഏജന്റുമാരെ പറയുന്നതൊക്കെ അനുസരിക്കണം. അപ്പൊ അവിടെ അയാൾക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. സ്വാതന്ത്ര്യം നമ്മളെ അറിയുമ്പോഴാണ്, നമ്മളെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അതാണ് നമ്മുടെ ചിന്തകള് നമുക്ക് ഉപദ്രവമുള്ളതാണോ, അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതാണോ, പ്രായോഗികം കൂടിയാണത്. ഇപ്പോൾ നമ്മുടെ ചിന്തകള് നമുക്കെതിരാണെങ്കിൽ അത് മിക്കവർക്കും എതിരാകാൻ സാധ്യതയുണ്ട്. നമ്മളൊരു മനുഷ്യനാണല്ലോ. അപ്പൊ നമുക്കെതിരായിട്ടുള്ള സാധനം വേറെ നമുക്ക് ഇങ്ങനെ ഒരു സംശയരോഗമുണ്ട്. അത്
നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. നമ്മളെപ്പോഴും ഒരാളെ സംശയിച്ചുകൊണ്ടിരുന്നാല്, ഒരാളോട് കയർത്ത് പറഞ്ഞാല്, അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കാൻ പോയാല്, ദേഷ്യപ്പെട്ടാല്, വയലൻസ് വന്നാല് എന്ത് പറ്റും? ചില കണ്ടിട്ടില്ലേ, കുറെ ആൾക്കാർ കൂടി ഒരാളെ അടിച്ചു പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതാണ് സമൂഹം എന്ന് പറഞ്ഞൊരു സാധനം പുറത്തുണ്ട്. അത് അവരുടെ തോന്നല് പോലെ അങ്ങ് ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ സാമൂഹ്യ വിരുദ്ധ സ്വഭാവം, സമൂഹത്തോട് ദേഷ്യം തോന്നുക. ഒരുത്തനോട് കാരണമില്ലാതെ ദേഷ്യം തോന്നിയാൽ സമൂഹത്തിന് അത് കാരണമില്ലാത്തൊരു ദേഷ്യം തന്നെയാണ്. അവരടിക്കും, അടിച്ചു കൊല്ലും. അപ്പൊ അതാണ് നമ്മൾ ഈ സമൂഹം എന്ന് പറഞ്ഞ സാധനം ചുറ്റുപാടും എന്നുള്ളൊരു ചിന്ത തന്നെ നമ്മളെ വിട്ടു പോകും. ഈ രോഗത്തിന്റെ ഉള്ളില്, അഡിക്ഷന്റെ ഉള്ളില് ഇങ്ങനെ ഒരു സമൂഹം ചുറ്റിലും ഉണ്ടെന്നും, നമ്മള് ജീവിക്കുന്ന വീടോ അതിന്റെ അയൽവക്കക്കാരോ ആ പരിസരമോ ഒക്കെ അതെല്ലാം തന്നെ സമൂഹമാണെന്നും അത് അവിടെ ഉണ്ടെന്നോ ഉള്ള ധാരണ അയാൾക്കുണ്ടാവില്ല. അയാളുടെ ലോകം ചുരുങ്ങി അത് ഒറ്റ കാര്യത്തിലേക്ക് അങ്ങനെ ചുരുങ്ങി പോകും. അതും കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്, അതാണ് അയാൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടലാണ് നമ്മളെ ഈ പ്രോഗ്രാം. അപ്പൊ നമ്മള് നിത്യജീവിതത്തില് അതുപോലെ തന്നെ 24 മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാം പറയുന്നത്. അതാണ് പറയുന്നത് 24 hour. വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതിനുള്ള അറിവും കഴിവൊക്കെ നേടുമ്പോൾ നമുക്ക് ഈ നിത്യജീവിതം എന്നുള്ളത്, നമ്മൾ ജീവിതം നീണ്ടുപോകുന്ന, നമുക്ക് സുഖം തരുന്ന, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. അവിടെ നമുക്ക് ജീവിതത്തോട് അതിരുകടന്ന ഒരു സ്നേഹം തോന്നും. സ്നേഹം എന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യണത്, നമ്മുടെ ഉള്ളിൽ തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യണം. അഭിമാനം തോന്നണം, നമുക്ക് ഒരു അഭിമാന ബോധം നമുക്കുണ്ടാവും. എനിക്ക് ജീവിക്കാൻ പറ്റി, ജീവിക്കാനായി. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സ്വന്തമായിട്ട് നമുക്ക് അതിന്റെ അഭിമാന ബോധം, അതാണ് സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയും. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം മതിപ്പുണ്ടാകുക, എന്നെ പറ്റി എനിക്ക് മതിപ്പുണ്ടാകുക, അതാണ് സെൽഫ് എസ്റ്റീം. അപ്പൊ ഈ സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സ്വന്തം കഴിവ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വളർച്ച, വികാസം, ആവശ്യങ്ങൾ നിറവേറ്റുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, സമൂഹത്തെ ഉപദ്രവിക്കുന്നില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ, നീഡ്സ് എന്ന് പറയുന്നത്. ഇത് AI എങ്ങനെ നടത്തി തരുന്നത്? AI കൂടി അതെങ്ങനെ നടത്തി തരും? AI അറിവ് പകരുന്നു, അനുഭവങ്ങളുടെ അറിവ് പകരുന്നു. ഓരോ ദിവസവും എങ്ങനെ വിട്ടുനിൽക്കാം എന്നുള്ള ആ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഒരാൾക്കത് സാധിക്കുകയാണെങ്കിൽ എനിക്കും അത് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു അറിവ് കിട്ടുന്നുണ്ട്, ഒരു തിരിച്ചറിവ്. അത് എനിക്കും സാധിക്കും. നമുക്ക് ധൈര്യം കിട്ടുന്നുണ്ട്. അയാളെ പ്രാർത്ഥനയിൽ പറയുന്ന ആ ധൈര്യം കിട്ടും, വേർതിരിച്ചറിയാനുള്ള വിവേകം കിട്ടും. ഇത് രണ്ടും റെഡിമെയ്ഡാണ്, അവിടെ കിട്ടുന്നുള്ള ഉറപ്പാണ്. എൻ്റെ പല സുഹൃത്തുക്കൾ, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലുണ്ട്. അതില് 2 വർഷം കഴിഞ്ഞവരുണ്ട്, 10 വർഷം കഴിഞ്ഞവരുണ്ട്, 15 വർഷം കഴിഞ്ഞ, 25 വർഷം കഴിഞ്ഞ്, 35 വർഷം കഴിഞ്ഞവരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ട് പോകുന്നുണ്ട്. കാരണം ഈ വെറും ലളിതമായ പ്രോഗ്രാം കൊണ്ട് അവര് അത് കേട്ട് മനസ്സിലാക്കി അങ്ങനെ തീരുമാനമെടുത്ത് ജീവിച്ചു, ആ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി. അപ്പോ അതാണ് ഇതിന്റെ സംഗതികൾ. പിന്നെ ഇതിൽ ഈ പറയുന്ന 12 പടികളും 12 പാരമ്പര്യങ്ങളും, ഈ 12 പടികളും 12 എന്താണ്, ഈ പടികളും പാരമ്പര്യങ്ങളും അത്യാവശ്യമായിട്ടുള്ള സംഗതികളാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്നിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പടികൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പാരമ്പര്യത്തിന്റെ ഉള്ളിൽ കൂടി അത് നടക്കുള്ളൂ. അതുകൂടാതെ 12 കൺസെപ്റ്റുകൾ
അതിന്റെ അർത്ഥപൂർണിമ നമുക്ക് പങ്കുവെക്കാനുള്ള കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ 12 പടികളും 12 പാരമ്പര്യങ്ങളും. ഈ 12 പടികള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദർശനം, നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ്. ഒന്നാമത്തെ പടി പറയുന്നു, മദ്യം അല്ലെങ്കിൽ മറ്റേത് ലഹരി വസ്തുവിന് മുമ്പിൽ ശക്തിഹീനനാണ്. എന്താണ് ഈ ശക്തിഹീനൻ എന്ന് പറഞ്ഞാൽ? ഞാൻ അഡിക്റ്റഡ് ആണെന്ന് തന്നെ അതിന്റെ അർത്ഥം. എനിക്ക് അതിനെ വിട്ടു പിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒരു അടിമയായി പോയ ഒരാളാണ്. ഞാൻ ഇപ്പോഴും അതിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാളാണ്. ഞാൻ ആ അടിമത്തം പേറുന്ന ഒരാളാണെന്ന് തന്നെ അതിന്റെ അർത്ഥം. അത് തിരിച്ചറിയുന്ന ഒരു പരിപാടിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. മദ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലഹരിക്ക് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്. അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രം എവിഡൻസ് ബേസ്ഡ് ആണ്, തെളിവുകളുള്ള ശാസ്ത്രമാണ്. തെളിവില്ലാതെ ആരെങ്കിലും പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്താണ് തെളിവ്? ജീവിതം കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഒരാളുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു സംഗതി മുന്നിൽ നിൽക്കുമ്പോൾ അതിന് തെളിവില്ലെന്ന് പറയാൻ പറ്റും. അതിനാണ് ആ ഒന്നാമത്തെ പടി. ശാസ്ത്രമാണ്, സയൻസാണ്. ഏറ്റവും വലിയ ട്രൂത്ത് ഏറ്റവും വലിയ സത്യമാണത്. എന്താണ് തെളിയിക്കപ്പെട്ടത്? മദ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുവിന് മുമ്പിൽ ശക്തിഹീനരാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാതെ, അനിയന്ത്രിതമായി ജീവിതം കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയ സംഗതിയാണ്. ജീവിതം മുമ്പോട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ട സംഗതിയാണ്, പരീക്ഷിക്കപ്പെട്ട കാര്യമാണത്. അത് സമ്മതിക്കലാണ്. അപ്പൊ ഈ സമ്മതം എന്ന് പറഞ്ഞ ഒരു സംഗതി അതൊരു പരാജയമൊന്നുമല്ല. ഒരാൾ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനോട് ഒരാൾ യോജിക്കുന്നത് അയാൾക്ക് ബുദ്ധിശക്തി തിരിച്ചു കിട്ടി എന്നുള്ളതിന്റെ അർത്ഥമാണത്. അയാൾക്ക് ഇപ്പോഴും ബുദ്ധിയില്ലാത്ത ഒരു അടിമയല്ല അയാൾ ബുദ്ധിപൂർവമായിട്ട് ബുദ്ധിയിൽ കൂടി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണ് ഒന്നാമത്തെ പടി. മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്, ജീവിതം അനിയന്ത്രിതമായി പോയി. ഇത് എത്രയോ ആളുകൾക്ക് ഈ സന്ദേശം കൊടുക്കുന്നു. ഡോക്ടർ ബോബ്, അദ്ദേഹം ഒരു വല്ലാത്തൊരു സർജനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നല്ലൊരു ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി. അവസാന കാലത്ത് അദ്ദേഹം വിട്രോവൽ സിംറ്റം അനുഭവിച്ച് കിടക്കുന്ന സമയത്ത് പോലും ഏതോ ഒരു രോഗി വന്നപ്പോൾ അദ്ദേഹം ആ ഓപ്പറേഷൻ നടത്തി കൊടുത്തു. അതിന് സഹായം കിട്ടി അദ്ദേഹത്തിന്. ബിൽ വിൽസന്റെ അടുത്തുനിന്ന് ആ മദ്യത്തിന്റെ വിഡ്രോവലിനെ അതിജീവിക്കാൻ മദ്യം പോലും ബിൽ വിൽസൺ കൊടുത്ത് ആണ് ആ ഷിവറിംഗ് ഒക്കെ നിർത്തി അദ്ദേഹം. അത് ഇപ്പോ വിഡ്രോവലിന്റെ ഒരു മരുന്ന് ലഹരി വസ്തു തന്നെ ആയി മാറുന്ന ഒരു സംഗതിയാണ്. അത് ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ. ശരീരം അങ്ങനെ ആക്കി തീർക്കുവാണ്, തലച്ചോറ് അങ്ങനെ ആക്കി തീർക്കുവാണ്. അതാണ് മദ്യത്തിന്റെ ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ. അത് ഭീകരാവസ്ഥയാണ്. മരണം ഉണ്ടാകുന്ന ഡെത്ത് ഇൻസ്റ്റാൾമെന്റ് ആണത്. 5 മുതൽ 15 വരെ ആൾക്കാർ അപസ്മാരം വന്നിട്ടോ അല്ലെങ്കിൽ ഹലൂസിനേഷൻ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് ഡെലീറിയം ട്രൊമൻസ്, അത് ഭയങ്കര ഭീകരാവസ്ഥയാണ്. ഡെലീറിയം ട്രൊമൻസ്, ശരീരം ഇങ്ങനെ വിറയ്ക്കുക, ബുദ്ധി ഇല്ലാതാകുക, കൺഫ്യൂഷൻ ഉണ്ടാകുക, പനി ഉണ്ടാകുക, മരിക്കുക, അപസ്മാരം ഉണ്ടാകുക, മരിക്കുക. അപ്പൊ അതിനൊക്കെ നല്ല ചികിത്സയുണ്ട്. ഇപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ, ഡീറ്റോക്സിഫിക്കേഷൻ സെന്ററിൽ അറിവുള്ളൊരു ഡോക്ടർ അതിനൊക്കെ കരുതലോടുകൂടി ചികിത്സിച്ച് അയാളെ ഡീറ്റോക്സിഫൈ ചെയ്ത് ഡി അഡിക്ഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. പക്ഷെ അതികഠിനമായിട്ടുള്ള ഒരു സഹകരണം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രോഗി പറഞ്ഞുണ്ടല്ലോ, അത് അതികഠിനമായിട്ടുള്ള പരിപാടി ചെയ്തിട്ടാണ് അതിന് സാധിച്ചതെന്ന്. അതികഠിനമായിട്ടുള്ള ഹാർഡ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേടിയെടുക്കാൻ കഠിന ശ്രമം നടത്തി എന്ന് പറഞ്ഞു.
ഞാൻ എന്നെ കണ്ടെത്താനും എന്നെ മനസ്സിലാക്കാനും അത് അതിൽ ജയിക്കാനും അതികഠിനമായിട്ടുള്ള ശ്രമം നടത്തി. അപ്പൊ ഓരോ ആൾക്കും മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അതികഠിനമായൊരു പ്രയത്നം തന്നെയാണ് ഒരു സമയം വരെ. പക്ഷെ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ട് ആളുകൾക്ക് സാധ്യത ഉണ്ടാക്കണം. ഞാനിപ്പോ നമ്മൾ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ ലക്ഷണം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ തിരിച്ചുവരവ് വളരെ എളുപ്പമാണ്. എന്താണ് ഈ ശരീരത്തിന്റെ ആരോഗ്യം എന്താണെന്ന് നമുക്ക് അറിയാം. സൂക്കേടൊന്നും ഉണ്ടാകാതെ നമുക്ക് എപ്പോഴും സുഖം തോന്നി, ശാരീരികമായിട്ട് സുഖം തോന്നിക്കൊണ്ടിരിക്കുക, വിശപ്പുണ്ടാകുക, ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഉറങ്ങുക, ജോലി ചെയ്യാൻ ഉള്ള കഴിവുണ്ടാകുക, ഇതൊക്കെയാണ് നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യം. അതെല്ലാവർക്കും അറിയാം. എന്താണ് ഈ മാനസികാരോഗ്യം? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലക്കാണ് കേട്ടോ, അതൊരു ഭാഗ്യമാണ്. മനുഷ്യർക്ക് പല കഴിവുകളുണ്ട്. ആ കഴിവുകളിൽ കൂടിയാണ് ഈ മാനസിക ആരോഗ്യം അവരുണ്ടാക്കുന്നത്. അതിൽ ഒന്നാമത്തെ സംഗതി പറയാം. ഒന്നാമത്തെ സംഗതി എന്താന്ന് വെച്ചാല് നമുക്ക് സ്നേഹിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കുക. ആ സ്നേഹം സ്വീകരിക്കാനും കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. അപ്പൊ എന്തിനാണ് ഈ സ്നേഹം ഇങ്ങനെ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്? ആ സ്നേഹത്തിന്റെ ഉള്ളില് നമ്മൾ ജീവിതത്തെ തന്നെ കാണുന്നുണ്ട്. നമ്മള് മൃഗങ്ങളാണെങ്കിലും അതിനേക്കാൾ ഉപരി നമ്മൾ വളരാനും വികസിക്കാനും ലോകത്തെ അറിയാനും നമുക്ക് ആകാംക്ഷയുള്ള ആളുകളാണ് മനുഷ്യരെ. ലോകത്തിലെ സംഭവങ്ങളെ ഒക്കെ നമുക്കറിയാനും ജീവിക്കാനും താല്പര്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ആളുകള്, സ്ഥലങ്ങള്, വസ്തുക്കളൊക്കെ ആയിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, ബോധം ഉണ്ട്. ആ ബോധത്തിലൂടെ നമുക്കൊരു ബന്ധമുണ്ട്. അതിന് അടിസ്ഥാന കാരണം നമ്മളതൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്, അതിനൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അതാണ് സ്നേഹം. അപ്പൊ ആ സ്നേഹം ഇല്ലെങ്കിൽ ഒരാൾക്ക് മാനസികമായിട്ട് വളരെയധികം കുഴപ്പമുള്ള ഒരാളാണ്. അയാൾക്ക് വളർച്ചയില്ലാത്ത ഈ ഒരു ചട്ടിയിൽ വളർത്തുന്ന ഒരു ആല് പോലെയാണ് ബോൺസായി. ഒരാല് മരത്തിനെ നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തി അങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കും. നേരെ മറിച്ച് വലിയ ആൽവൃക്ഷത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മനുഷ്യൻ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു വളർച്ചയില്ലാതെ മുരടിച്ചു പോകും. അതുപോലെ നമുക്ക് ബുദ്ധിയുണ്ട്. നമുക്കൊരു സൂക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു ഉപദേശം തരും, ഇന്നതാണ് കാര്യം, ഇന്നത് ചെയ്താൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷൻ ഇന്ന റിസ്ക് ഉണ്ട്, പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജീവന് അപകടമുണ്ട്, മരണസാധ്യതയുണ്ട്. ഒരാൾ എന്ത് ചെയ്യും? ഒരാള് ധൈര്യപൂർവ്വം റിസ്ക് എടുക്കും. ആ റിസ്ക് അയാൾ നീട്ടിക്കൊണ്ടുപോയാൽ മരിച്ചു പോകും ചിലപ്പോൾ. കാരണം അത് തെളിവുകളുടെ സഹായത്തോടു കൂടിയാണ് ഡോക്ടർ പറയുന്നത്. മരണസാധ്യത ഉണ്ട്. ഡോക്ടർക്ക് അത് അളന്നു നോക്കാനും തൂക്കി നോക്കാനും ഉള്ള കഴിവുണ്ട്, അതിനുള്ള ഉപകരണങ്ങളുണ്ട്, ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അപാരമായ ചില ആൾക്കാർ ക്യാൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, കൊണ്ട് തന്നെ ഒരു ശരിയായുള്ള ചികിത്സ അല്ലാതെ ഒരു എങ്ങനെയും തുക്കട ചികിത്സ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു നോട്ടാണ്. അല്ല തമിഴ്നാട്ടിൽ പോയി വൈദ്യര് ഒരു മരത്തിൽ നിന്ന് കുറെ സാധനമൊക്കെ വെട്ടി തന്നൊരു കഷായം കുടിച്ചു കഴിഞ്ഞാൽ മാറുമോ? പിന്നെ അങ്ങനത്തെ ചിന്തയായി. അതിര് കടന്ന് ഇങ്ങനെ ചിന്തകളായി. അങ്ങനെ പിന്നെ മരണം വരെ അങ്ങനെ കാത്തിരിക്കും. നമ്മളിപ്പോ ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ട സംഗതി നമ്മൾ റിസ്ക് എടുക്കണം, അല്ലാതെ അവസാനം വരെ നോക്കി നിൽക്കാൻ പറ്റില്ല. അത് മാനസികാരോഗ്യമുള്ള ആൾക്കാണ് ആ റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ, ധൈര്യമുള്ളവർക്ക്. ഇപ്പൊ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് 7 പ്രോഗ്രാമിൽ പറയുന്ന പ്രാർത്ഥന എന്താ പറയണെന്നറിയോ? എന്താ പറയണേ? റിസ്ക് എടുക്കാനാ പറയണേ, ധൈര്യം ഉണ്ടാക്കാനാ പറയണേ. മാറ്റുവാൻ പറ്റാത്ത സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സ്. എന്താണ് മാറ്റുവാൻ പറ്റാത്ത? ഈ ലോകത്തിൽ മിക്കവാറും ആൾക്കാരെ മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. ആ വസ്തുക്കളെയോ മനുഷ്യന്റെ സ്വഭാവത്തെയോ മനസ്സിനെ മാറ്റാൻ പറ്റുന്ന സംഗതി എളുപ്പമൊന്നുമല്ല. അത് സാധിക്കാത്ത ഒരു കാര്യമാണ് പലപ്പോഴും.
അതാണ് കൂടുതലും. മാറ്റുവാൻ പറ്റാത്തവയെ നമ്മൾ അറിയണം, സ്വീകരിക്കണം. പക്ഷെ മാറ്റാൻ പറ്റുന്ന സംഗതിയുണ്ട്. ഞാൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാറ്റാൻ പറ്റും. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പ്രമേഹമുണ്ട്. പ്രമേഹം ഞാൻ സ്വീകരിക്കണം. പ്രമേഹമുണ്ട്, അതിനെ നിയന്ത്രിക്കാനുള്ള മരുന്ന് കഴിക്കണം, ഭക്ഷണം നിയന്ത്രിക്കണം, ജീവിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് സ്വീകരിക്കാനുള്ള കഴിവ് വേണം, വിശ്വസിക്കാനുള്ള കഴിവ് വേണം. അത് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പറ്റില്ല. അത് ശാസ്ത്രത്തിന്റെ സത്യത്തിന്റെ രീതി എനിക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ മറ്റൊന്ന് സംഗതി, മാനസികാരോഗ്യമുള്ള ആൾക്ക് അയാളൊരു ഗ്രൂപ്പിലാണ് ജീവിക്കുന്നത്, അയാളൊരു കുടുംബത്തിലായിരിക്കും ജീവിക്കുന്നത്. ആ കുടുംബത്തിലുള്ള ആളുകൾ അതൊരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പലതരം ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക്. പക്ഷെ പല കാര്യങ്ങളും അവർ ഒരുമിച്ച്, അവരുടെ ഭക്ഷണം, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ട കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, കടമകള്, ആ കാര്യത്തിലൊക്കെ അവർക്ക് പൊതുവായിട്ടുള്ള ഒരു ആശയമുണ്ട്. എന്നാലേ ഗ്രൂപ്പ് ആവുള്ളൂ അവര്. അപ്പൊ ആ വീട്ടിൽ പോലും ഒരു വീട്ടിന്റെ ഉള്ളിൽ ഗ്രൂപ്പുണ്ട്. അവിടെ നമ്മൾ ഇമോഷൻസ് കൈമാറുന്നുണ്ട്. ഇമോഷൻസ്, സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്, അതുപോലെ സന്തോഷം, അതുപോലെ നമ്മൾ ഉത്കണ്ഠ, ഭയം, ദേഷ്യം ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുന്ന ആൾക്കാരാണ്. അതെല്ലാം അവിടെ ഉണ്ട്. അത് നമ്മൾ അറിയണം. അങ്ങനെ പലതരം ഇതൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ യാഥാർത്ഥ്യ ബോധം ഉള്ളവർ, യാഥാർത്ഥ്യത്തിൽ മദ്യാസക്തി, മറ്റു ലഹരി വസ്തുക്കൾക്ക് കുഴപ്പം എന്താണെന്നറിയോ? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ സംഭവം വിട്ടുപോകും. എന്താണ് ശരിയായ കാര്യം, അത് വിട്ടുപോകും. അത് വിട്ടുള്ള കളികളായിരിക്കും എപ്പോഴും. ആ യാഥാർത്ഥ്യ ബോധം പോയി ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതൊരു ബന്ധമാണ്, ഒരു ബോധം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരാൾക്ക് ബോധമുണ്ട്. നമ്മൾ എങ്ങനെ പറയുന്നത്? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, എന്നെ കേൾക്കുന്ന നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു ഈ മൊബൈലിലെ കൂടി. അപ്പോൾ നിങ്ങൾ ആയിട്ട് എനിക്കൊരു കണക്ഷൻ, ഒരു ബന്ധമുണ്ട്. അവിടെ ഒരു ബന്ധമുണ്ട്, അതിനൊരു സമയമുണ്ട്. ഈ സമയം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് വാക്കുകളിലൂടെ. ആ വാക്കുകൾ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ തമ്മിലൊരു ബന്ധമാണ്. അപ്പം അതൊരു യാഥാർത്ഥ്യമാണ്, അത് ബോധം കൂടിയാണ്. അപ്പൊ ഈ നമ്മുടെ ബോധം പലതരത്തിലുള്ള കണക്ഷൻ ഉണ്ട്. അതെല്ലാം തലച്ചോറിൽ കൂടിയാണ് നടക്കുന്നത്. ശബ്ദങ്ങള് നിങ്ങളുടെ തലച്ചോറിലേക്ക് വരുന്നു, ആ തലച്ചോറിലെ ശബ്ദം കേൾക്കുന്നു, അത് ആ സിമ്പിളുകൾ, വാക്കുകളൊക്കെ സിമ്പിളുകളാണ്. ആ സിമ്പിളുകളൊക്കെ മനസ്സിലാക്കുന്നു, അത് ഓർമ്മയുണ്ട്, അവിടെ മെമ്മറി ഉണ്ട്, അതിനൊക്കെ ചില മീനിങ് ഉണ്ട്. അതനുസരിച്ചുള്ള മൂവ്മെന്റ്സ് മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, മൂവ്മെന്റ്സ്. അപ്പൊ മെമ്മറി, മീനിങ് ആൻഡ് മൂവ്മെന്റ്സ്, ഇത് മനസ്സിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ പുറത്തും നടക്കുന്നുണ്ട്. പുറത്ത് ആളുകൾ ആയിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഇത് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിലും നിങ്ങളുടെ ആംഗ്യം, നിങ്ങളുടെ ചേഷ്ടകളിലൊക്കെ അത് വരുന്നുണ്ട്. അപ്പം മൂവ്മെന്റ്സ് വരുന്നുണ്ട്, മീനിങ് വരുന്നുണ്ട്, മെമ്മറി, പഴയ മെമ്മറി വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇമോഷൻസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തലച്ചോറിൽ കൂടി നടക്കുന്ന സംഭവങ്ങളാണ്. തലച്ചോറിന്റെ ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ കണക്ഷൻസ്, പരസ്പര ബന്ധം, അത് ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്. അതിൽ കൂടി നടക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ ഈ സ്വഭാവത്തിനെ നമുക്ക് ശരിക്കും കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് മറ്റു ലഹരി വസ്തുക്കൾ തലച്ചോറിൽ കൂടി, അതിൽ ഏറ്റവും കൂടുതൽ മദ്യം, മറ്റു ശരീരത്തിൽ കൂടി കയറി ഇറങ്ങുന്ന മറ്റു ലഹരി വസ്തുക്കൾ, ഇപ്പോൾ പുകവലിച്ച്, നിക്കോട്ടിൻ ഭയങ്കര സംഭവമാണ്, ഒരു ആൽക്കഹോള്, ഇതെല്ലാം നമ്മുടെ രക്തത്തിൽ കൂടി നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശ്വാസകോശത്തിലും എല്ലാ സ്ഥലത്തും, നമ്മുടെ വൃക്കകൾ, ലിവറിൽ ഒക്കെ തന്നെ ഇത് ഈ ടോക്സിൻസ്
ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിങ്ങനെ നമ്മുടെ ചിന്തകള്, നമ്മുടെ തോന്നലുകള്, വികാരങ്ങള്, അതുപോലെ നമ്മുടെ ചലനങ്ങള്, മെമ്മറി, മീനിങ്സ്, എല്ലാത്തിലും അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ബ്രെയിനിൽ കൂടി നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ലഹരി വസ്തുക്കൾക്ക് ഏതിനെങ്കിലും നമ്മൾ അടിപ്പെട്ട് കഴിഞ്ഞാൽ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ആവർത്തിക്കുന്നത്? ഒരിക്കൽ നമുക്ക് യാഥാർത്ഥ്യബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റണ്ടേ? പറ്റൂല. അതാണ് അഡിക്ഷൻ. നമ്മുടെ യാഥാർത്ഥ്യബോധത്തെ നമ്മുടെ ഇമോഷൻസ് മറികടക്കും. അവിടെ നമുക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതിനുള്ള തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട് നമ്മുടെ നെറ്റിയുടെ നേരെ പുറകില്. അതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞ് തലച്ചോറിന്റെ പ്രധാന. നമ്മളാരും ഇപ്പൊ റോഡിന്റെ നടുക്കൊന്ന് മൂത്രമൊഴിക്കില്ല. എന്താണ് കാരണം? അവിടെ ആ തലച്ചോറിന് അവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, നമ്മള് പരിശീലിപ്പിച്ചിട്ടുണ്ട് ചില ചിന്തകൾ കൊണ്ട്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നില്ലയോ അതൊക്കെ നമ്മൾ തലച്ചോറിന് പരിശീലിപ്പിച്ച്, ചിന്തകൾ കൊണ്ട് പരിശീലിപ്പിച്ച കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അത് മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരാളോട് ദേഷ്യമൊക്കെ ഉണ്ടായി, നിങ്ങളൊരു പകയൊക്കെ ഉണ്ടായി, നിങ്ങൾ അയാളെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായി, ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുവാണ് ഇങ്ങനെ ഈ പക, ഈ ദേഷ്യമൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടുപോയാൽ അതൊരു സ്ട്രെസ്, സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. 2 വാക്കുകൾ കൊണ്ട് അത് തീർക്കാൻ പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത്. 2 വാക്കുകൾ കൊണ്ട്. 8ാമത്തെ പടി പറയുന്നു, എനിക്ക് തെറ്റുപറ്റി. 2 വാക്കുകൾ പറയും, അവിടെ അത് അവസാനിച്ചു. അപ്പോ 2 മനസ്സുകൾ, 2 ബ്രെയിൻ തമ്മിലുള്ള കണക്ഷൻ അവിടെ ശരിയായി. ഇലക്ട്രിക്കൽ കണക്ഷൻ ആണത് കേട്ടോ. ഇലക്ട്രിസിറ്റിക്ക് ബ്ലോക്ക് വരുമ്പോഴാണ് മാനസിക രോഗം ഉണ്ടാകുന്നത്, ഭ്രാന്താൽ നമ്മള് കുതിരവട്ടത്തൊക്കെ പോയി കിടക്കേണ്ടി വരുന്നത്. ബ്രെയിൻ ഈസ് എൻറ്റയർലി 100% ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലാണ്. അതെങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു അതനുസരിച്ച് ആനന്ദത്തിന് വേണ്ടി അതങ്ങനെ ചെയ്യും. അത് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര പണക്കാരനാണെങ്കിലും, എത്ര വലിയ സംഭവമായാലും ശരി, അതിന് മറികടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ആ സുഹൃത്ത് പറഞ്ഞില്ലേ, ഞാന് അതികഠിനമായിട്ട് പണിയെടുത്തിട്ടാണ് അതിനെ മാറ്റിയെന്ന് പറഞ്ഞില്ലേ, എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയത്. കറക്റ്റാണത്. അപ്പോ എനിക്ക് തെറ്റുപറ്റി, അത് മാനസികാരോഗ്യമുള്ള ആൾക്കേ അത് പറയാൻ പറ്റുള്ളൂ. മാനസികാരോഗ്യം ഇല്ലാത്ത ഒരാളത് പറയൂല. അയാള് പാരനോയിഡ്, അയാള് മറ്റുള്ളവരിൽ ഉപദ്രവവും സംശയവും ഒക്കെ അയാൾക്ക് എപ്പോഴും, അയാൾ മാനസിക രോഗമാണത്. അയാൾക്ക് ഒരു മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് ലോകം മുഴുവനും അയാളുടെ ഉള്ളിലുണ്ട്. ഒരു ചിത്രത്തിൽ എന്ന പോലെ ലോകം, അവിടുത്തെ ആളുകള്, സംഭവങ്ങള്, അതൊക്കെ അയാൾ ചിത്രത്തിലുണ്ട്. ആ മനസ്സിന്റെ ചിത്രത്തിൽ അതുണ്ട്. അതുപോലെ അയാളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് അയാൾക്കറിയാം. പ്രതീക്ഷയുണ്ട് അയാൾക്ക്. അയാൾക്ക് ഈ സമൂഹത്തിൽ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. അയാളുടെ സമൂഹം അയാളെ അംഗീകരിക്കുന്നുണ്ട്, അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ അയാളുടെ മാനസികാരോഗ്യത്തിന്റെ ഒരു ഭാഗമാണ്. അയാൾക്ക് പറയാനുള്ള കാര്യം അയാൾ ധൈര്യപൂർവ്വം പറയാൻ മറ്റുള്ളവർ സഹകരിക്കുന്ന അയാൾക്കറിയാം. അതുപോലെ മറ്റുള്ളവരുടെ ശാരീരിക ആവശ്യങ്ങള്, മാനസിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക. ഒരു വിശപ്പുള്ള ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് അയാൾക്കറിയാം. അയാളാരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അയാൾക്ക് ഞാൻ അതുകൊണ്ട് ഭയങ്കര കേമനാണെന്നുള്ള വിചാരമൊന്നും ഉണ്ടാവില്ല. അയാൾക്കൊരു എളിമയുണ്ട്. ഇതൊക്കെ തന്നെ മാനസികാരോഗ്യമുള്ള ഒരാൾ ചെയ്യുന്നത്. അയാൾക്ക് തമാശ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അയാൾ എപ്പോഴും ഇങ്ങനെ അമിത സന്തോഷത്തിന്റെ പുറകെ പോകുന്നൊരു വിഡ്ഢിയല്ല അയാൾ. ഞാൻ സന്തോഷം ഉണ്ടെങ്കിലേ ജീവിക്കുള്ളൂ, എനിക്കെപ്പോഴും ബോറടിക്കുന്നു, ഞാനൊരു ബോറനല്ലെന്ന് പറയുമ്പോഴാണ് അയാൾക്ക് ശരിക്കുള്ള ബുദ്ധിശക്തിയും വിവേകവും തിരിച്ച. അതിന്
അയാൾക്ക് സന്തോഷത്തെ മാറ്റിവെക്കാൻ പറ്റും, സന്തോഷം വേണ്ടെന്ന് വെക്കാൻ പറ്റും. ഗൗരവമുള്ളൊരു സംഭവം, ഒരാളുടെ ജീവൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് അയാൾക്ക് ഒരു സന്തോഷത്തിന്റെ ആവശ്യമില്ലാതെ അയാൾ അതിനെ മാറ്റിവെക്കാൻ പറ്റും. സന്തോഷത്തിനൊന്നും അയാൾക്ക് മുൻഗണനയില്ല സന്തോഷത്തിന്. ഒരാള് ഒരു മദ്യത്തിനോ മറ്റു ലഹരിവസ്തുനോ അടിപ്പെട്ടാല് അയാളുടെ ബ്രെയിനിലേക്ക് ആദ്യം വരുന്നത് ഈ അതിരുകടന്ന ഒരു സന്തോഷം, അതുകൊണ്ട് അയാൾക്ക് എന്തോ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നെന്നും താൻ വേറൊരാളായി മാറിയെന്നും താൻ ഒരു സംഭവമായി മാറിയെന്നൊക്കെ ഉള്ള ചിന്ത വരും. അതാണ് നമ്മൾ ഈഗോ എന്നൊക്കെ പറയുന്നത്. അതാണ് വാസ്തവത്തിൽ അത് അബ്നോർമൽ ഒരു ബ്രെയിനാണ്, അബ്നോർമൽ ബ്രെയിനാണ്. ഇപ്പോ ഈ അതിര് കിടന്ന അമിതമായിട്ടുള്ള ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ പലപ്പോഴും നമ്മള് സെൽഫ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു യുദ്ധത്തില് നിങ്ങൾക്ക് ആധിപത്യമുണ്ട്, നിങ്ങൾക്ക് കുറെ പേരെ കൊല്ലാൻ പറ്റി. അപ്പോ അങ്ങനെ ആളുകളെ കൂടുതൽ കൊല്ലും തോറും നമുക്ക് സന്തോഷം വരുന്നു. ബ്രെയിൻ അങ്ങനെ അതിന് അഡാപ്റ്റഡായി ചെയ്യുവാണ്. അപ്പൊ അവിടെ നിങ്ങൾ വലിയ വലിയ ചിന്തകളൊക്കെയാണ് കേട്ടോ, ഭയങ്കര ഗ്ലോബലായിട്ടുള്ള ചിന്തയൊക്കെയാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നു, അങ്ങനെ വാസ്തവത്തില് നമ്മള് ബ്രെയിൻ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മള് ഈ അതിര് കടന്ന സന്തോഷം ഒരു വലിയൊരു ഉപദ്രവവും വലിയൊരു എന്താ പറയണ ഒരു ജീവൻ എടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറുകയാണ്. അപ്പൊ ഞാൻ പറയാ, 2ാം ലോകമഹായുദ്ധത്തില് അമേരിക്ക അവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി അവരെന്ത് ചെയ്തു? നാഗസാക്കിയിലും ഹിരോഷിമയിലും അവര് ബോംബിട്ട് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ആ ബോംബിട്ട സമയത്ത് അവിടെയുള്ള ആളുകളുടെ മനസ്സ്, അവളുടെ ശരീരം, ആ ഭൂമി, അത് എന്ത് സംഭവിച്ചു അതിനെപ്പറ്റിയുള്ള ചിന്തകളുണ്ടെങ്കിലോ നമുക്ക് മനുഷ്യനായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ അതിന് ശേഷമുള്ള സംഭവങ്ങൾ വെച്ചാൽ മനുഷ്യ മാംസം കല്ലിലൊക്കെ ഉരുകി ചേർന്ന് ഒട്ടിപ്പിടിച്ചുപോയി. ആ സംഭവങ്ങൾ, അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന അർത്ഥം, അത് ആ സമയം അവരനുഭവിച്ച യാതനകള്, ഇതൊക്കെയാണ് നമുക്ക് മനുഷ്യത്വം ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് മനുഷ്യത്വം ഇല്ലാത്ത സംഗതികള് മനുഷ്യത്വമായിട്ട് വാഴ്ത്തിപ്പാടാനൊന്നും പറ്റൂല. അപ്പൊ ഇത് വാസ്തവത്തിൽ മാനസികാരോഗ്യം ഇല്ലാത്ത ഒരു സമയത്താണ് മനുഷ്യരാശി മുഴുവനും അങ്ങനെയുള്ള യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്നെന്ന് പറയണേ. അമിത സന്തോഷമാണ് ഒരു സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ നടന്ന സംഭവങ്ങൾ. അപ്പൊ ഈ സന്തോഷം എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരാശിക്കും മനുഷ്യ സമൂഹത്തിനും ഒരു മനുഷ്യനും ഒരു കൂട്ടം മനുഷ്യർക്കും ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വികാരമാണ് ഈ അമിത സന്തോഷം. അയാൾ ഉദ്ദേശിക്കുന്ന അമിത സന്തോഷം, അതിന്റെ അടിമത്വം. ചുരുക്കി പറഞ്ഞാല് നമ്മള് ഈ സന്തോഷം ഒരു ആവശ്യമുള്ള സംഗതിയൊന്നും ആണെന്ന് എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്ന മാനസിക രോഗം ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മന്ദബുദ്ധികളായ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. എന്താണ്? അവരുടെ ബ്രെയിൻ സർക്യൂട്ട് ശരിയല്ല, അത് കേടുപറ്റിപ്പോയ സാധനമാണ്. അപ്പൊ ഈ അമിത സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൾണറബിൾ, ക്രിമിനൽ, കുറ്റങ്ങൾ ചെയ്യുക, കൊലപാതകം നടത്തുക, കൊല്ലുക, ഇങ്ങനെയുള്ള അതിലേക്ക് വരെ നയിക്കുന്ന ഒരു വികാരം, ഒരു സ്വഭാവം, ഒരർത്ഥം ഉണ്ടാക്കുന്ന പരിപാടിയായിട്ട് തലച്ചോറിന് മാറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ അവസാനം വന്ന് പറഞ്ഞേക്കണം, ഇപ്പോഴത്തെ പുതിയ ലോകാരോഗ്യ സംഘടനയുടെ ഓഫീസ് അത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അടുത്ത് അവര് WHO എഴുതി വെച്ചിട്ട് അതിൻ്റെ അടുത്ത് 2 അക്ഷരം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. CD. WHO CD
എന്ന് എഴുതി വെച്ചേക്കണത് എന്താണെന്നറിയാവോ? അത് അവര് പറയുന്നത് ലോകവ്യാപകമായിട്ട് ക്രിമിനാലിറ്റി കൂടിയിരിക്കുന്നു, മനുഷ്യർ ക്രിമിനലായി കൊണ്ടിരിക്കുന്നു. അതിൽ ഒന്നാം സ്ഥാനം ലഹരി വസ്തുക്കൾക്കാണ്. മദ്യവും മറ്റു ലഹരി വസ്തുക്കളും. നമ്മൾ എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കിയാലും TV വാർത്ത നോക്കിയാലും നമുക്കറിയാം ക്രിമിനാലിറ്റി നടക്കുന്ന സംഗതികൾ അറിയാം. സി എന്ന് പറഞ്ഞാൽ ക്രിമിനാലിറ്റി, D എന്ന് പറഞ്ഞാൽ ഡ്രഗ് എന്നർത്ഥം. ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൽക്കഹോൾ മുതൽ എല്ലാ ലഹരി വസ്തുക്കളെയും കൂടി ഒറ്റ പേരിൽ അറിയാം. അതാണ് ഡ്രഗ്. ആൽക്കഹോൾ ഒരു ഡ്രഗാണ്. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിന് കേടുവരുത്തിയിട്ട് നമ്മളെ ക്രിമിനൽസ് ആക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് WHO കണ്ടുപിടിച്ച വലിയ സംഭവമാണത്. ലോക ജനതയിൽ നടത്തിയ ഗവേഷണങ്ങളിൽ കണ്ടെത്തലുകളിൽ അവർ മനസ്സിലാക്കണ അതാണ് ക്രിമിനൽ ഇതായിട്ട് മാറിയിരിക്കുന്ന ആളുകൾ. വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ക്രിമിനാലിറ്റി നടക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ താഴ്ന്ന ക്ലാസ്സിലുള്ള കുട്ടികളും അതിൻ്റെ മുകളിലുള്ള ക്ലാസ്സിലുള്ള കുട്ടികളും തമ്മിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നു. അവർ മൾട്ടിപ്പിൾ ഡ്രഗ്സ് ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നു. അതിൽ 10-15 വയസ്സൊക്കെ ഉള്ളവരൊക്കെയാണ് ഇപ്പോൾ. പിന്നെ +2-ന്റെ 17-18 വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞ ആളുകളൊക്കെ തന്നെ അതിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് 24 മണിക്കൂർ മദ്യത്തിൽ നിന്നും മറ്റു ലഹരിയിൽ നിന്നും വിട്ടു നിൽക്കുക, ബ്രെയിനിന്റെ സർക്യൂട്ടിനെ ശരിയാക്കുക. അതാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. അതാണ്. മാനസിക രോഗം ഉള്ളവർ അതിന് മരുന്ന് കഴിക്കുക. അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ പല ആൾക്കാരും ലഹരി വസ്തുക്കൾ കൂടി ഉപയോഗിക്കും. അത് ഭയങ്കര അപകടങ്ങളാണ്. സർക്യൂട്ടിന് ഭയങ്കര കുഴപ്പമാണ്. കോംപ്ലിക്കേഷൻസ് സംഭവിക്കാം. ഓവർ ഡോസിങ് വരാം, മരുന്നിന്റെ ഓവർ ഡോസിങ് വരാം, സൂയിസൈഡൽ ടെൻഡൻസി വരാം. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടു നിന്നിട്ട് ചികിത്സ ചെയ്യണം. മദ്യം മറ്റു ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടു നിന്നിട്ട് തന്നെ ഈ 24 മണിക്കൂർ പ്രോഗ്രാം, നമ്മുടെ 12 പടികൾ, 12 പാരമ്പര്യങ്ങൾ, നമ്മുടെ ഗ്രൂപ്പില് 12 സ്റ്റെപ്പ് പ്രോഗ്രാം നടപ്പിലാക്കൽ, അതിൽ കൂടി നമുക്ക് നമ്മളെ കണ്ടെത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ, നീ നിന്നെ അറിയുക, നമ്മളെ അറിയാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അതൊരു നല്ല ഭംഗിയുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ നടപ്പിലാക്കണം. അത് അതികഠിനമാണ്. തുടക്കത്തിൽ അത് കഠിനമാണ്. പക്ഷെ അത് മുമ്പോട്ട് പോയി 6 മാസം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ, 1 വർഷം കഴിഞ്ഞ ആള് 2 വർഷത്തേക്ക് നീണ്ടുപോകും, 2 വർഷത്തെ കഴിഞ്ഞ ആള് 3 വർഷത്തേക്ക് നീണ്ടുപോകും. അങ്ങനെയാണ് ഈ പ്രോഗ്രാമിനെ പറ്റി പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത് ഒരു ആയുഷ്കാല രോഗമാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഒരു 2 മിനിറ്റ്. നമ്മളെ ഈ ശരീരം, ഈ ശരീരത്തിൽ ഒരു സിനിമ കഥ നടക്കുന്ന പോലെ തന്നെയാണ്. ഒരു സിനിമ കഥ നടക്കണമെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വേണം. ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടാവണമെന്നുണ്ട്. ആ സ്ക്രിപ്റ്റാണ് നമ്മുടെ ശരീരത്തിലെ ജനിതകം. ഈ ജനിതകമാണ് മരിക്കുന്നവരെ നമ്മുടെ മുകളിൽ സ്വാധീനം ചെലുത്തി നമ്മുടെ സ്വഭാവങ്ങൾ ഒക്കെ നിയന്ത്രിച്ച് നമുക്ക് വരാൻ പോകുന്ന രോഗങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചിട്ട് നടപ്പിലാക്കുന്നത് ഈ ജനിതകത്തിൽ കൂടിയാണ്. ജീൻസ്. അത് നമ്മൾ പകുതി നമ്മുടെ അമ്മയിൽ നിന്നും പകുതി നമ്മുടെ അച്ഛനിൽ നിന്നും അവരുടെ പൂർവികരിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയതാണ്. അതിനൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഈ ജനിതക വസ്തുക്കള് ഒറ്റയ്ക്ക് അവർക്ക് ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല. ഈ നമ്മുടെ ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാടുകൾ ഇടപെടും. ആ ചുറ്റുപാടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഏതെങ്കിലും വിഷാംശമുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ടോ, നമ്മൾ ഏതെങ്കിലും ലഹരിക്ക് അടിപ്പെട്ട് സ്വഭാവം ഉണ്ടാക്കിയിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും ആശയങ്ങൾ നമ്മൾ
സ്വീകരിച്ച് അഡാപ്റ്റ് ചെയ്ത് അബ്നോർമൽ ആയിട്ടുണ്ടോ? നമ്മൾ ഗാംബ്ലിങ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഭക്ഷണത്തിന് കൂടുതൽ അങ്ങനെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ കുഴപ്പത്തിലാക്കി ആ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തേണ്ടി വരും. ആ സ്ക്രിപ്റ്റിൽ കുഴപ്പമുണ്ടാവും. ആ സ്ക്രിപ്റ്റ് വിചാരിച്ച പോലെ നടപ്പിലാവില്ല. അപ്പോൾ ഈ സ്ക്രിപ്റ്റും ഈ ജനിതകവും ഈ ചുറ്റുപാടും കൂടി ചേർന്നാണ് നമുക്ക് ശാരീരിക രോഗം ഉണ്ടാക്കുന്നത്, മാനസിക രോഗം ഉണ്ടാക്കുന്നത്, ക്രിമിനാലിറ്റി ഉണ്ടാക്കുന്നത് ഒക്കെ അതാണ്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഡയറക്ടർ നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ തലച്ചോറ്. നടക്കുന്ന സ്ഥലം നമ്മുടെ ഈ ലോകമാണ്. ഈ ലോകത്തിലുള്ള ആളുകള്, സ്ഥലങ്ങള്, വസ്തുക്കള്, അതൊക്കെയാണ് അതിൽ അഭിനയിക്കുന്നവർ. അത് നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നുണ്ട്. അതാണ് നടക്കുന്ന സിനിമ. അതാണ് ഇതിൽ എവിടെയൊക്കെയാണ് സംഭവങ്ങളുള്ളത്, അവിടെയൊക്കെ ഒരു സിനിമ ഒരാൾക്ക് നമ്മുടെ ബ്രെയിനിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡയറക്ടറെ നമ്മൾ സഹായിക്കുക. അയാളിങ്ങനെ കട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ സീനൊക്കെ മോശമായി പോയി കഴിഞ്ഞാൽ സിനിമ മോശമായി പോകും. അപ്പൊ ഒരിക്കൽ കൂടി നമ്മൾ ഈ പ്രോഗ്രാം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു. വളരെ മേന്മയുള്ളൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ സാർ.